ഞാൻ ഡോക്ടർ വന്ദന അരവിന്ദ്, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, മാട്രി എക്സ്ക്ലൂസീവ് വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഡെലിവറി കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല, ഒരു അമ്മയും കൂടി ആയതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഈ കാര്യം നല്ലോണം അറിയുന്നതാണ്. ഫിസിക്കലി ആൻഡ് മെൻ്റലി രണ്ട് തരത്തിലുള്ള ട്രോമയും സ്ത്രീകൾ ഈ സമയത്ത് ഫേസ് ചെയ്യാറുണ്ട്. ഫിസിക്കലി നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ബോഡി ഹീലാവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് വർക്കിൻ്റെ ടെൻഷൻ, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പം കുട്ടീനെ നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, കുക്കിംഗ് ചെയ്യണം. ഇതൊക്കെ ആവുമ്പം ഫിസിക്കൽ ഫെറ്റീഗ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സമയത്ത് ബേബീനെ ഫീഡ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, പാല് കെട്ടി നിന്നിട്ടുള്ള ബ്രസ്റ്റ് പെയിൻ, ഫീവർ, ഇതൊക്കെയും നമുക്ക് ഉണ്ടാവാം. മെൻ്റൽ ട്രോമാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബേബീൻ്റെ കൂടെ എപ്പോഴും നിൽക്കാൻ പറ്റാത്ത കൊണ്ടുള്ള സെപ്പറേഷൻ ആങ്സൈറ്റി, അതേപോലെ ഗിൽറ്റി ഫീലിംഗ്, ബേബീനെ നമുക്ക് വേണ്ട പോലെ ഫുൾ ടൈം നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ്, അതേപോലെ തന്നെ ഒരു ഫിയർ, പേടി, വീട്ടിൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മളുടെ കെയർ ടേക്കർ ബേബീനെ കറക്റ്റായി നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഫിയറും കൂടി നമുക്കുണ്ടാവും. ഇതൊക്കെയാണ് കോമ്പണൻസ് ഓഫ് മെൻ്റൽ ട്രോമ. ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് മിൽക്ക് പ്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മളുടെ ബോഡി പുതിയ സിറ്റുവേഷൻസിലേക്ക് അഡ്ജസ്റ്റും അഡാപ്റ്റും ചെയ്തോളും. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടിയും ഈ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ നമുക്ക് മിൽക്ക് പമ്പ് ചെയ്തിട്ട് ഹൈജീനിക്കലി സ്റ്റോർ ചെയ്ത് ബേബിക്ക് കൊടുക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ഗിൽറ്റി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ബേബി നമ്മളുടെ നമ്പർ 1 പ്രയോറിറ്റി ആണ്. പക്ഷേ നമ്മളുടെ പ്രൊഫഷണൽ കരിയറും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ത്രീകൾ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ മിടുക്കികളാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഫാമിലി സപ്പോർട്ടും പിന്നെ വർക്ക് പ്ലേസിൽ കൊളീഗ്സിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യവും കുട്ടീൻ്റെ കാര്യം അതേപോലെ തന്നെ ഓഫീസിൻ്റെ കാര്യം ഭംഗിയായിട്ട് ഒരേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു.